കേരളത്തിലെ കാലാവസ്ഥ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ പല ജില്ലകളിലും മഴ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ച് ഈ പ്രദേശങ്ങളിലെ ചില സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ പ്രതീക്ഷിക്കാം. ഇടിമിന്നലും ശക്തമായ കാറ്റുമുണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അടുത്ത കുറച്ചു മണിക്കൂറുകളിൽ നേരിയ മഴ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ജില്ലയുടെ ഏറ്റവും കൃത്യവും വേഗതയേറിയതുമായ കാലാവസ്ഥാ അപ്ഡേറ്റുകൾ ലഭിക്കണമെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പാക്കുക. കാരണം വരും മണിക്കൂറുകളിൽ എല്ലാ പ്രധാന കാലാവസ്ഥാ മുന്നറിയിപ്പുകളും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും ആദ്യം ലഭിക്കുന്നത് നിങ്ങളായിരിക്കും. പക്ഷേ കാത്തിരിക്കൂ, ഇത് സാധാരണ മൺസൂൺ മഴയാണോ അതോ ചില ജില്ലകളിൽ പെട്ടെന്ന് സ്ഥിതി കൂടുതൽ രൂക്ഷമാകുമോ? അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപം കൊള്ളുന്ന കാലാവസ്ഥാ സംവിധാനങ്ങൾ മഴയുടെ തീവ്രത പല മടങ്ങ് വർദ്ധിപ്പിക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. അതിനാൽ നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ജില്ലയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവസാനം വരെ ഈ അപ്ഡേറ്റ് കാണുന്നത് ഉറപ്പാക്കുക. കാരണം അടുത്തതായി പേരിടാൻ പോകുന്ന ജില്ലകളിലെ കാലാവസ്ഥ ഏറ്റവും ആശ്ചര്യകരമായിരിക്കും. കാലാവസ്ഥാ വകുപ്പിന്റെ വിശദമായ പ്രവചനമനുസരിച്ച് 1-2 ദിവസത്തിനുള്ളിൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചേക്കാം. അതായത് ഇവിടെ കനത്തതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇതിനെ തുടർന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യത വർദ്ധിക്കും. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ തുടർച്ചയായി മഴ പെയ്യുന്നത് വെള്ളക്കെട്ടിനും പ്രാദേശിക വെള്ളപ്പൊക്കത്തിനും കാരണമാകും. സംസ്ഥാനത്തെ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വയനാട്, ഇടുക്കി, കോഴിക്കോട് എന്നിവിടങ്ങളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ തുടർച്ചയായി മഴ പെയ്യുന്നത് റോഡുകൾ വഴുക്കലിന് കാരണമാകാം. പല പ്രദേശങ്ങളിലും ദൃശ്യവിത കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനാൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്നതാണ് ഉചിതം. തീരപ്രദേശങ്ങളിൽ കടലിലെ കാലാവസ്ഥയും അസ്ഥിരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉയർന്ന തിരമാലകളും ശക്തമായ കാറ്റും മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു വെല്ലുവിളി ഉയർത്തിയേക്കാം. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം: കാൽവർഷം ശക്തി പ്രാപിക്കുന്നതിനനുസരിച്ച് നിലവിൽ ഘട്ടം ഘട്ടമായി മഴ ആരംഭിക്കുമ്പോൾ സംസ്ഥാനത്തുടനീളം മേഘാവൃതത വർദ്ധിക്കാമെന്നാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ വകുപ്പിന്റെ മോഡലുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പല ജില്ലകളിലും ജാഗ്രത നില ഉയർത്തുന്നത്. നിങ്ങളുടെ ജില്ലയെയും അടുത്ത പ്രധാന മഴമേഖലയിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ? ഉത്തരം ഭാവി സാഹസികത്തിലാണ്. നിങ്ങളുടെ ജില്ലയ്ക്കുള്ള ഏറ്റവും കൃത്യവും വേഗതയേറിയതുമായ കാലാവസ്ഥാ അപ്ഡേറ്റുകൾ ലഭിക്കണമെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പാക്കുക. കാരണം വരും മണിക്കൂറുകളിൽ എല്ലാ പ്രധാന കാലാവസ്ഥാ മുന്നറിയിപ്പുകളും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും ആദ്യം ലഭിക്കുന്നത് നിങ്ങളായിരിക്കും. കേരളത്തിൽ മൺസൂണിന്റെ ആരംഭത്തെക്കുറിച്ച് നിരന്തരം ചർച്ചകളും നടക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വിലയിരുത്തലനുസരിച്ച് ശക്തമായ മൺസൂൺ പ്രവർത്തനങ്ങൾക്ക് കുറച്ച് സമയമെടുത്തേക്കാം. ജൂൺ 5-6 തീയതികൾക്ക് ശേഷം മഴയുടെ വ്യാപ്തിയും തീവ്രതയും വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ അർത്ഥം ഉടനടി ഒരു ആശ്വാസം ലഭിക്കുമെന്നല്ല. നിലവിൽ ആക്റ്റീവായ കാലാവസ്ഥാ സംവിധാനങ്ങൾ പല ജില്ലകളിലും തുടർച്ചയായി മഴ പെയ്യിക്കാൻ പ്രാപ്തമാണ്. അതിനാൽ പൂർണ്ണമായ മൺസൂൺ കുറച്ച് സമയത്തിന് ശേഷം എത്തുമെങ്കിലും കനത്ത മഴയും ഇടിമിന്നലും അതിനു മുമ്പ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കുമെന്ന് ആളുകൾ മനസ്സിലാക്കണം. ആകാശത്ത് കൂടുന്ന മേഘങ്ങൾ, കടലിൽ നിന്ന് വരുന്ന ഈർപ്പം, പർവ്വതങ്ങളിൽ നിരന്തരം വർദ്ധിക്കുന്ന മഴ, കാലാവസ്ഥാ വകുപ്പിന്റെ തുടർച്ചയായ ജാഗ്രത നിർദ്ദേശങ്ങൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കേരളത്തിന്റെ കാലാവസ്ഥ ഇപ്പോൾ പുതിയവും കൂടുതൽ സജീവവുമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ്. പല സ്ഥലങ്ങളിലും മഴ ആശ്വാസം നൽകുമെങ്കിലും ചില പ്രദേശങ്ങളിൽ ഇതൊരു വെല്ലുവിളിയായി മാറിയേക്കാം. അതിനാൽ അടുത്ത കുറച്ചു മണിക്കൂറുകളിലും അടുത്ത 1-2 ദിവസങ്ങളിലും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം അടുത്ത കാലാവസ്ഥാ മാറ്റങ്ങൾ പലരെയും അത്ഭുതപ്പെടുത്തിയേക്കാം. കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആശങ്ക മഴയുടെ അളവ് മാത്രമല്ല, വർദ്ധിക്കുന്ന തീവ്രതയും അതോടൊപ്പമുണ്ടാകുന്ന അപകടങ്ങളുമാണ്. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുമെന്നും പല സ്ഥലങ്ങളിലും കനത്ത മഴയും ഇടിമിന്നലും ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. മണ്ണ് ഇതിനകം പൂർണ്ണമായും നനഞ്ഞിരിക്കുന്ന പ്രദേശങ്ങളിൽ അല്പം കൂടി മഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് കൂടുതൽ വഷളാകുമെന്നും പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഭരണകൂടവും കാലാവസ്ഥാ വിദഗ്ധരും ജനങ്ങൾ ജാഗ്രത പാലിക്കാൻ നിരന്തരം നിർദ്ദേശിക്കുന്നത്.
തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നേരിയതോ മിതമായതോ ആയ മഴ പ്രതീക്ഷിക്കാമെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. എന്നാൽ ചില സ്ഥലങ്ങളിൽ പെട്ടെന്ന് കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് അധികൃതർ കൂട്ടിച്ചേർത്തു. അത്തരമൊരു സാഹചര്യത്തിൽ കാലാവസ്ഥ പ്രവചിക്കാനാവാത്തതായി തുടരും. കുറച്ചു മണിക്കൂറുകൾ നേരിയ മഴ തുടരാമെങ്കിലും മേഘവിസ്ഫോടനത്തെ അനുസ്മരിപ്പിക്കുന്ന കനത്ത മഴ മറ്റിടത്ത് പെട്ടെന്നുണ്ടായേക്കാം. ഈ അനിശ്ചിതത്വം മുഴുവൻ കാലാവസ്ഥാ സംവിധാനത്തെയും കൂടുതൽ ഗുരുതരമാക്കുന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആകാശം നിറം മാറുകയും കാറ്റ് ശക്തിപ്പെടുകയും തുടർന്ന് തുടർച്ചയായ മഴ റോഡുകളെ നദികളാക്കുകയും ചെയ്താൽ സ്ഥിതി എത്ര വേഗത്തിൽ മാറുമെന്ന് സങ്കൽപ്പിക്കൂ. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ ഈ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതിനാൽ ഈ സമയത്ത് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യുന്നത് ഗുരുതരമായ തെറ്റായി തെളിയിക്കപ്പെട്ടേക്കാം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യത വർദ്ധിക്കാനുമുണ്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഴ സാധാരണ ജീവിതത്തെ അപകടത്തിലാക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് ജാഗ്രത പാലിച്ചിട്ടുണ്ട്. അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നുമുള്ള ഈർപ്പം തുടർച്ചയായുള്ളതിനാൽ മേഘാവൃതമായ പ്രവർത്തനം തുടരുന്നു. ഫലമായി കേരളത്തിലെ മിക്ക ഭാഗങ്ങളിലും ഇടയ്ക്കിടെ മഴ പ്രതീക്ഷിക്കാം. തുടർച്ചയായ മഴ ചെറിയ മണ്ണിടിച്ചിലും റോഡ് തടസ്സങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനും പ്രാദേശിക വെള്ളപ്പൊക്കത്തിനും സാധ്യതയുമുണ്ട്. ഈ സമയം മത്സ്യത്തൊഴിലാളികൾക്ക് വളരെ സെൻസിറ്റീവായി കണക്കാക്കപ്പെടുന്നു. തീരപ്രദേശങ്ങളിൽ ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുള്ളതിനാൽ പല പ്രദേശങ്ങളിലും ജലത്തിൽ പോകുന്നത് ഒഴിവാക്കണമെന്ന് ജനങ്ങൾക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് ഓരോ പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പും നിരീക്ഷിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമുദ്രത്തിന്റെ മാറുന്ന സ്വഭാവം ചിലപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥിതികളെ സാരമായി മാറ്റിയേക്കാം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ മഴ ചില ദിവസങ്ങൾക്ക് മാത്രമുള്ളതാണോ അതോ മുഴുവൻ സീസണിന്റെയും ഗതിമാറ്റുന്ന ഘട്ടമാണോ? ശക്തമായ മൺസൂൺ പ്രവർത്തനം ക്രമേണ രൂപം കൊള്ളുന്നുവെന്നാണ് ഏറ്റവും പുതിയ മോഡലുകൾ സൂചിപ്പിക്കുന്നത്. ഈ സംവിധാനം ശക്തിപ്പെടുമ്പോൾ മഴയുടെ തീവ്രത കൂടുതൽ വർദ്ധിക്കാമെന്നർത്ഥം. ഇതിന്റെ അർത്ഥം നമ്മൾ ഇപ്പോൾ കാണുന്ന മഴ വരാനിരിക്കുന്ന ഒരു പ്രധാന മാറ്റത്തിന്റെ ഒരു സൂചനയായിരിക്കാമെന്നാണ്. നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ജില്ലയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ കേരളത്തിൽ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ദയവായി ഈ വിവരങ്ങൾ അവരുമായി പങ്കുവയ്ക്കുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാ പ്രധാനപ്പെട്ട കാലാവസ്ഥാ മുന്നറിയിപ്പുകളും എല്ലാ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും സമയബന്ധിതമായി നിങ്ങളെ എത്തും.